ഹലോ ഗായ്സ്, ഫ്രഞ്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗായ്സ്, ഇതാണ് ഗായ്സ് നമ്മളെ നെൽപ്പാടങ്ങളൊക്കെ കേട്ടോ. ഈ നെൽപ്പാടങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ കൃഷിയൊക്കെ എടുത്ത് ഇതൊക്കെയാണ്. അപ്പോ നമ്മള് നെൽപ്പാടത്തിലാണ് ഉള്ളത്. കുറച്ച് നെല്ലൊക്കെ ആയി വീഴുന്നുണ്ട്. അപ്പോ നമ്മളീ സമുദായത്തിന്റെ തറവാടിന്റെ കൃഷികളൊക്കെയാണ് ഗായ്സ് ഇത്. അത് അവിടെ തറവാട്, പഠനമുറിന്റെ അവിടെ തറവാടൊക്കെയാണ്. ഇത് നമ്മുടെ നാടാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. നമ്മൾ കണ്ടേ നമ്മളെ ഗ്രാമമാണ് ഇത്. നമ്മളെ ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ആണ്. പിന്നെ എന്താ പറയാ, അങ്ങനെ ഇന്ന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നമ്മളിന്ന് പണിയൊന്നുമില്ല, ശനിയാഴ്ചയാണ്. അപ്പോൾ മലയാളിമാർ പറഞ്ഞില്ലേ ബാക്കിയാണ് പറഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ എടുക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾക്ക് പോകുന്നു. നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല മഴയൊക്കെയാണ്. അവിടെയാണ് ഗൈസ് പുളിമോട് വന്നു. ഇത് നമ്മളെ റോഡാണ്. നമ്മളിതൊക്കെ ആണല്ലോ. അതെൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ വീടാണ് ഗൈസ്. പഠിക്കണം, പഠനമുറിയുന്ന വാക്ക് നിങ്ങൾ കളയരുത്. നന്നായി പഠിക്കണം കേട്ടോ. വരുന്നേ പോട്ടെ ഗൈസ്. നല്ല മഴയാണ്, രാവിലെ തൊട്ട് നല്ല മഴയാണ്. എന്താ പറയാ, ഒന്നും സമ്മതിക്കുന്നില്ല. പശുവിന് പുല്ലേരിയാനോ അല്ലെങ്കിൽ എന്താ പറയാ, നല്ല മഴയാ. നമ്മുടെ വയനാട്ടില് ക്ലൈമറ്റൊക്കെ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മള് നോക്കണം, മഴ കാണും, പശുവിന് പുല്ലേരിയാൻ പോകാനും കാര്യങ്ങളൊക്കെ. പിന്നെ അന്നത്തെ കാര്യം എന്ന് വെച്ചാൽ വീട് ഞാനൊരു 6 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് എൻ്റെ വീടും ഗവൺമെന്റിൽ നിന്ന് കുറച്ച് കാശ് ഒരു 3.5 കിട്ടി. അതും എല്ലാം കൊണ്ട് ഒരു 10 ലക്ഷം റുപ്യ, പിന്നെ ഒരു 7 ലക്ഷം റുപ്യ കടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പശുവിനെ വാങ്ങിയതും അതിലൊക്കെ ആ ലോൺ വെച്ചിട്ടാണ്. അപ്പോൾ ആ ലോണ് പിന്നെ അതിലൊരു മാസം ഒരു 15 റുപ്യ നമുക്ക് പശുവിനെ ചെറിയ ഫാമിന് നമുക്ക് കിട്ടും. എല്ലാം കഴിഞ്ഞിട്ട് കാലിത്തീറ്റ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10-15 റുപ്യ കിട്ടും. പിന്നെ ഞാൻ പണിയെടുക്കുന്നതും ഡെയിലി ഞാൻ പണിക്കുന്നുണ്ട്. ഡെയിലി പണിക്കെടുക്കുന്നതും എല്ലാം കൂടി ഒരു മാസം നമുക്ക് ഒരു 25,000 രൂപ മാസം ലോൺ അടയ്ക്കാൻ കാര്യങ്ങൾക്കൊക്കെ വേണം. അതുകൊണ്ടാണ് ഇതെല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഗൈസ്, ഇതെന്റെ ചെറിയ റൂമാണ് ഗൈസ്. ഇതുണ്ട്, ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. ഒരു ഹാളൊക്കെയാണ്, തുണിക്കാരിട്ടുണ്ട്. ഇനി കുറെ പണിയൊക്കെ ഉണ്ട്, ഡോറൊക്കെ ഉണ്ട്. അതൊരു അടുക്കള കാര്യങ്ങളൊക്കെ ആണ്. അടുക്കളയിലാണ് TV കാര്യങ്ങൾ, ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കുന്നു. ഫ്രിഡ്ജ് വെച്ചാൽ ഇത് പെങ്ങള് വാങ്ങി തന്നെ കേട്ടോ ഗൈസ്. ഇതൊരു ഓപ്പൺ കിച്ചൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ബഡ്ജറ്റൊന്നും തികയില്ല. ഒരു മിഡിൽ ക്ലാസ്സിന് എന്താ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇതൊരു ബെഡ്റൂം കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീടിൻ്റെ. ഉണ്ടോ, നമുക്കൊക്കെ ഒരു ഡ്രീമില്ലേ, അച്ഛനമ്മയ്ക്കും മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു ബെഡ്റൂം. ആ ഷെഡൊക്കെ ഇതാണ് അവരുടെ റൂം. 6 വർഷത്തോളം നമ്മൾ ആ ചെറിയ ഷെഡിൽ പരിമിതി ഉണ്ട്. ഈ ഷെഡിലൊക്കെ ഇത് നമ്മുടെ വീടാണ്. ഈ ഷെഡിൽ ഒരു 6 വർഷക്കാലം നമ്മൾ താമസിച്ചു. പിന്നെ മഴ വരുന്ന അങ്ങനത്തെ എന്ത് പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഇപ്പം തേച്ച് കുറച്ച് എനിക്ക് സമയം കിട്ടുമ്പോൾ വൈറ്റ് വാഷൊക്കെ അടിച്ച് അങ്ങനെ കയറി ഇതിനുള്ളിൽ താമസിക്കുക ഗൈസ്. അത്രേ ഉള്ളൂ. ചെറിയ വയറിംഗ് ഒക്കെ ചെയ്തിട്ട് ഇനി വയറിങ് ചെയ്യാറുണ്ട്, പ്ലംബിങ് ഉണ്ട്, കുറേ പണിയുണ്ട്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ ആലയും വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറക്കരുത്, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ. സപ്പോർട്ടും ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ ഒക്കെ വരുന്നവർക്കും ബൈ ബൈ.